ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന്റെ മന്ത്രിമാർ അടക്കമെല്ലാം തോറ്റു തുന്നം പാടിയത് മാത്രമല്ല, ഇപ്പോഴിതാ മരുമകൻ റിയാസിനെയും വലിച്ചു കീറുകയാണ് സോഷ്യൽ മീഡിയ. അതായത് ഇന്നും നാളെയുമൊക്കെ BJPക്ക് 2-3 MP ഉണ്ടാകും. അത് വോട്ടെണ്ണിയാൽ തീരുമെന്നായിരുന്നു 2 ദിവസം മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനത്തിന് കാരണമാകുന്നത്. അതായത് തൃശ്ശൂരിൽ താമര വിരിയില്ലെന്ന് പറഞ്ഞ റിയാസിന് മുന്നിൽ ഇപ്പോഴിതാ 74,000-ഓളം വോട്ട് ഭൂരിപക്ഷം നേടി സുരേഷ് ഗോപി തകർപ്പൻ വിജയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ മന്ത്രി റിയാസിനെതിരെ വിമർശനം കടുക്കുകയാണ്. BJP അക്കൗണ്ട് തുറന്നു, ഇനി മന്ത്രി ആ തിരുവാ ഒന്ന് തുറന്ന് എന്തെങ്കിലും ഒന്ന് മൊഴിയണമെന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം. അതായത് ആലപ്പുഴയിലെ കനൽ ആലത്തൂരിലേക്ക് മാറ്റി കെടാതെ രക്ഷപ്പെടുത്തിയതിന് അഭിനന്ദനമുണ്ടെന്നും ട്രോളന്മാർ പറയുന്നുണ്ട്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന കാര്യം ഇപ്പോൾ പറയാനാകില്ല. അത് വോട്ടെണ്ണിയതിനു ശേഷം പറയാമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പാർട്ടി സംവിധാനം എണ്ണിയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. എക്സിറ്റ് പോളുകൾ അശാസ്ത്രീയവും മുൻകൂട്ടി നിശ്ചയിച്ചതുമാണ്. BJPക്ക് വോട്ട് ഷെയർ കൂടുതൽ കിട്ടുന്നത് ചിരിപ്പിക്കുന്ന കാര്യമാണെന്നൊക്കെയായിരുന്നു റിയാസിന്റെ പരിഹാസം. എന്നാൽ ഈ പരിഹാസത്തിനൊക്കെ ഇപ്പോൾ ചുട്ട മറുപടിയായിട്ട് തന്നെ CPM എല്ലാം തോറ്റ് തുന്നം പാടിയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് CPM ഇപ്പോഴുള്ളത്. അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടിയെങ്കിലും അത് ഇത്രത്തോളം കടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. മാത്രമല്ല, ശക്തമായ പോരാട്ടം നടക്കുമെന്ന് പ്രതീക്ഷിച്ച വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പോലും LDFും CPMും തകർന്നടിയുന്ന കാഴ്ച തന്നെ കാണേണ്ടി വന്നു. കൊല്ലത്തും വയനാട്ടിലും ഇടുക്കിയിലുമൊക്കെ ചിത്രത്തിലേതില്ലാത്ത അവസ്ഥയിൽ തന്നെ ഇടതുമുന്നണി പോവുകയായിരുന്നു. ന്യൂനപക്ഷങ്ങളെ പരമാവധി തങ്ങളോട് അടുപ്പിച്ചു നിർത്തി കഴിയാവുന്നത്ര വോട്ടുകൾ അനുകൂലമാക്കാനായിരുന്നു CPM ശ്രമം നടത്തിയത്. പക്ഷേ അതൊന്നും വിജയിച്ചില്ലെന്ന് മാത്രമല്ല, ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എതിരാവുകയായിരുന്നു എന്ന് തന്നെയാണ് ഈ ലീഡ് നില വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ പാർട്ടിയുടെ ഉറച്ച കോട്ടകളെന്ന് വിശേഷണമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും ഇടതു മുന്നണി പിന്നോക്കം പോയതിന്റെ കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാരിന്റെ നയങ്ങളോട് ജീവനക്കാരുൾപ്പെടെയുള്ളവർക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ തോൽവി. കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ച് തങ്ങൾക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുമോ എന്ന് ജീവനക്കാർ ഭയന്നിരിക്കുന്നു. KSRTC ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം കിട്ടാത്തതും പെൻഷൻ വൈകിപ്പിക്കുന്നതും ഒക്കെ തന്നെ ഇതിനുദാഹരണമായി തന്നെ ഇവരുടെ മുന്നിലുണ്ട്. അതുമാത്രമല്ല, PSCയെ നോക്കുകുത്തിയാക്കി പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കുമായി പിൻവാതിൽ നിയമങ്ങൾ നടത്തിയതുപോലും യുവജനങ്ങളെ സർക്കാരിനെതിരാക്കി തന്നെ മാറ്റിയിരിക്കുന്നു. അതൊക്കെ തന്നെ വോട്ടെടുപ്പിൽ നല്ല രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ യുവജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന CPMനെയും LDFനെയും ഒക്കെ തന്നെയാണ് ഇവർ കൈയൊഴിഞ്ഞിരിക്കുന്നത്. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFIക്കാർ പ്രതിസ്ഥാനത്തെത്തിയതും അവരെ ന്യായീകരിക്കാനും രക്ഷിക്കാനും CPM നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും എത്തിയതുമൊക്കെ അണികൾക്കിടയിൽ പോലും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയിരിക്കുന്നു എന്നത് വ്യക്തമാണ്. കരുവന്നൂരിൽ നടന്നതുപോലെ CPM നിയന്ത്രണത്തിലുള്ള സംഘങ്ങളിലെ വൻ തട്ടിപ്പുകൾ പുറത്തു വന്നതൊക്കെ നേതാക്കളുടെ പുറകെ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ കൂടിയതുമൊക്കെ തന്നെ തട്ടിപ്പുകാർ എന്ന ലേബലിൽ പാർട്ടിക്കാർക്ക് ചാർത്തിക്കിട്ടാൻ കാരണമായി. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും ഇതൊന്നും വിലപ്പോയില്ല. ക്ഷേമ പെൻഷനുകൾ മുടക്കിയതും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും മാവേലി സ്റ്റോറുകളിൽ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ ലഭിക്കാത്തതുമൊക്കെ വൻ തിരിച്ചടിയായി തന്നെ CPMന് മാറുകയായിരുന്നു. മാത്രമല്ല, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും വിദേശ യാത്രയൊക്കെ ജനങ്ങൾ കണ്ടു മടുത്തിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ജനങ്ങളുടെ എതിർപ്പ് എന്താണ് എന്നുള്ളത് അവർ വോട്ടിലൂടെ തെളിയിച്ചിരിക്കുന്നു. മറ്റ് നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിൽ LDFന്റെ പ്രചാരണം നയിച്ചത് പിണറായി വിജയൻ തന്നെയായിരുന്നു. മറുവശത്ത് പ്രധാനമന്ത്രി മോദിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്തിറങ്ങിയപ്പോഴായിരുന്നു ഇത്. എന്നാൽ ക്യാപ്റ്റനെയും അദ്ദേഹത്തിന്റെ പ്രചരണത്തെയും ജനങ്ങൾ ഇപ്പോൾ ഒന്നടങ്കം തള്ളിക്കളഞ്ഞു എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ UDFന്റെ ഗംഭീര മുന്നേറ്റം. പ്രതികൂല ഘടകങ്ങൾ നിരവധി ഉണ്ടായിട്ടും പ്രചാരണത്തിൽ വ്യക്തമായി മുന്നേറിക്കൊണ്ടിരുന്ന LDFന് അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെയാണ് തുടർന്നുണ്ടായ EP വിവാദം പോലും. വോട്ടെടുപ്പിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ പുകഞ്ഞു തുടങ്ങിയ വിവാദം വോട്ടെടുപ്പ് ദിവസം രാവിലെ EP നടത്തിയ വെളിപ്പെടുത്തലോടെ ആളിക്കത്തുകയും ചെയ്തു. LDFനെ തോൽപ്പിക്കാൻ BJPയുമായി ഉണ്ടായ ധാരണ പ്രകാരമായിരുന്നു വോട്ടെടുപ്പ് ദിവസം തന്നെ വെളിപ്പെടുത്തലെന്നാണ് പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ. അണികൾ ഉൾപ്പെടെയുള്ളവർ ഇത് തന്നെയാണ് കരുതിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തെ ലഘൂകരിക്കാൻ രംഗത്തെത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ലെന്ന് മാത്രമല്ല, അതിന്റെ തുടർച്ചയെന്ന വണ്ണം ഇപ്പോൾ LDFൽ കൂട്ട തോൽവി തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.